ഏറ്റവും വലിയ ഒരു ധർമ്മിഷ്ഠനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരണപ്പെട്ടതിന് ശേഷം നാളെ റബ്ബിനടുക്കൽ ചെല്ലുന്ന സമയത്ത് റബ്ബിൻ്റെ സന്നിധിയിൽ, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഞാനായിരിക്കണം, എന്നേക്കാളും വലിയൊരു ധർമ്മിഷ്ഠൻ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി എന്താണ് അദ്ദേഹം ചെയ്തത്? നമുക്ക് നോക്കാം. ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 10 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ഹാത്തമുത്തായി എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ സമ്പന്നനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. ലക്ഷക്കണക്കിന് ആടുകളും മാടുകളും ഒട്ടകങ്ങളും കൃഷിഭൂമിയും അങ്ങനെ തുടങ്ങി വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ഹാത്തമുത്തായി. വലിയ മഹാനായി അദ്ദേഹം പിന്നീട് റളിയല്ലാഹു അൻഹു. അങ്ങനെ വലിയ സമ്പന്നനായ അദ്ദേഹം സമ്പത്തിൻ്റെ പളപളപ്പിലിങ്ങനെ ആഡംബരത്തോടുകൂടി ജീവിച്ചു വരുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരിക്കൽ മരണത്തെപ്പറ്റി ഓർമ്മ വരുന്നു. വലിയ സമ്പന്നനാണ്, കോടീശ്വരനാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ സമ്പത്തിൻ്റെ ആഡംബരതയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കണമല്ലോ. എപ്പോഴാണ് മരണം എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. ഈ സമ്പത്ത് കൊണ്ട്, ഈ സമ്പത്തിലിങ്ങനെ മതിമറന്ന് ജീവിച്ചത് കൊണ്ട് എന്താണ് കാര്യം? അങ്ങനെ അദ്ദേഹം ചിന്തയിലാണ്ടു. അങ്ങനെ അദ്ദേഹം ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി. എന്താണ് ആ തീരുമാനം? നാളെ റബ്ബിനടുക്കൽ, അള്ളാഹുവിനടുക്കൽ എത്തിച്ചേരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എന്നെക്കാളും വലിയ ഒരു ധർമ്മിഷ്ഠൻ ഉണ്ടാകാൻ പാടില്ല. ഞാനായിരിക്കണം ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. അതിന് എന്താണൊരു മാർഗം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. തൻ്റെ സർവ്വസമ്പത്തും വിറ്റ് അത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ ആക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ട് അത് മുഴുവനും, ധാരാളം സാധുക്കളായ ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. ഈ ഹാത്തമുത്തായി റളിയല്ലാഹു അൻഹു ജനിച്ചത് നജ്ദിലാണ്, സൗദി അറേബ്യയിലെ നജ്ദിലാണ്. അങ്ങനെ ആ ഭാഗങ്ങളിൽ ധാരാളം പാവപ്പെട്ടവർ ഉണ്ടായിരുന്നു, സാധുക്കളായ ആളുകൾ ഉണ്ടായിരുന്നു. വലിയ ക്ഷാമമുള്ള കാലവുമായിരുന്നു അന്ന് ആ കാലം. അങ്ങനെ അദ്ദേഹം തൻ്റെ സമ്പത്ത് മുഴുവനും വിറ്റ് അത് പാവങ്ങളായ ആളുകൾക്ക് ദാനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അല്പാൽപമായി ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി. ഓരോ ദിവസങ്ങളിലും വിൽപ്പന നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ വിറ്റ് സ്വർണ്ണ നാണയങ്ങളുടെയും വെള്ളി നാണയങ്ങളുടെയും വലിയ കൂമ്പാരം കുന്നുകൂടി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് സമ്പത്ത് അദ്ദേഹം വിറ്റ് തീർത്തു. അങ്ങനെ മുഴുവൻ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുഴുവൻ സമ്പത്തും അദ്ദേഹം വിറ്റ് അത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമാക്കി മാറ്റി. ഈ സമ്പത്ത് പാവപ്പെട്ടവർക്ക് നൽകാനുള്ളതാണ് എന്ന വിവരം സാധുക്കളായ പാവങ്ങളായ ആളുകളുടെ ചെവിയിലെത്തി. അവർ കൂട്ടത്തോടെ വരാൻ തുടങ്ങി. വരുന്ന ആളുകൾക്കെല്ലാം
ഹാത്തമു ത്വായി റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്ത് ദാനം ചെയ്തുകൊണ്ടിരുന്നു. ദിവസങ്ങളോളം, മാസങ്ങളോളം അദ്ദേഹം ദാനം, സമ്പത്ത് വിറ്റ് ഉണ്ടാക്കിയ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമൊക്കെ അതിങ്ങനെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു, ദാനം ചെയ്തു. അങ്ങനെ ഒരു ദിവസം മുഴുവൻ സ്വർണ്ണ നാണയങ്ങളും വെള്ളിയും എല്ലാം ദാനം ചെയ്ത് കഴിഞ്ഞു. സമ്പത്ത് മുഴുവനും ദാനം ചെയ്ത് തീർന്ന സമയത്ത് പിന്നീട് അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ കൊട്ടാര സമാനമായ വീട് കാണുന്നു. തൻ്റെ കൊട്ടാരം പോലെയുള്ള വീട്, അതും അദ്ദേഹം വിൽക്കാൻ തീരുമാനിച്ചു. ആ വീട്, കൊട്ടാരം പോലെയുള്ള വീടും വിറ്റ് അതിൻ്റെ കാശും അതും ദാനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വീട് വിറ്റ് കാശാക്കി. അതും ആ വീട് വിറ്റ വലിയ കാശ് മുഴുവനും അതും ദാനം ചെയ്തു തീർന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വീടുമില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ 2 ചില്ലിക്കാശ് മാത്രമാണ് ബാക്കിയുള്ളത്. അതെന്തിനാണ്? അത് അന്ന് രാത്രി അദ്ദേഹത്തിനും കുടുംബത്തിനുമുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആ ഏതാനും നാണയങ്ങൾ മാത്രം ബാക്കി വെച്ചു. ബാക്കിയുള്ളത് മുഴുവനും, ബാക്കിയൊന്നും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. വസ്ത്രങ്ങൾ പോലും, ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലാത്ത വസ്ത്രങ്ങൾ മുഴുവനും അദ്ദേഹം ദാനം ചെയ്തു, മുഴുവനും ദാനം ചെയ്തു. അങ്ങനെ ഒരു ദിവസം, ആ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇപ്പോൾ ഉള്ളത് അന്നത്തെ രാത്രി ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിനുള്ള ക്യാഷ് മാത്രമാണ്. അതുമായി ഇരിക്കുന്ന സമയത്ത് അതാ ദൂരെ നിന്ന് ഒരു ഫക്കീർ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കാണുന്നു. എന്താണ് ആ ഫക്കീറിൻ്റെ വേഷം? ഒരു കീറമുണ്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ ഒരു കീറമുണ്ട് ധരിച്ചിരിക്കുന്നു. മെലിഞ്ഞൊട്ടിയ, വെളുത്ത് മെലിഞ്ഞൊട്ടിയ ശരീരമാണ്. മുഖത്ത് നല്ല പ്രസന്നതയുണ്ട്, നല്ല തിളക്കമുള്ള കണ്ണുകൾ. എന്നാൽ കണ്ണുകൾ രണ്ടും കുഴിയിലാണ്. കണ്ടാൽ തന്നെ മുടിയെല്ലാം ജടകുത്തിയിരിക്കുന്നു. അങ്ങനെ മെലിഞ്ഞൊട്ടിയ ആ ഫക്കീറിനെ കണ്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും വളരെ പാവപ്പെട്ടവനാണ്, ഫക്കീറാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഹാത്തമു ത്വായി റളിയല്ലാഹു അൻഹു ഫക്കീറിനോട് ചോദിച്ചു, നിങ്ങളെന്താ വന്നത്? ഫക്കീർ പറഞ്ഞു, ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്, നിങ്ങളെപ്പറ്റി പറയുന്നത് കേട്ടറിഞ്ഞ് വന്നതാണ്. നിങ്ങൾ പാവപ്പെട്ടവരായ ആളുകൾക്ക് സമ്പത്ത് ദാനം ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്കും എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ അടുക്കൽ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ പോലും എൻ്റെ അടുക്കൽ ഒന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും തന്നുകൊണ്ട് എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് ആ ഫക്കീർ ഹാത്തമു ത്വായി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഹാത്തമു ത്വായി റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ളത് എന്താണ്? അന്നത്തെ രാത്രി ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിനുള്ള ചില്ലിക്കാശ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ളത്. അത് ഒരു മടിയും കൂടാതെ അത് ആ ഫക്കീറിന് കൊടുക്കുന്നു. ഫക്കീർ അത് സന്തോഷത്തോടു കൂടി വാങ്ങുന്നു. വാങ്ങിയിട്ട് ഫക്കീർ പറയുന്നു, ഇത് വളരെ തുച്ഛമാണല്ലോ, നിങ്ങൾ ഒരു വലിയ വലിയ തുകയാണല്ലോ, നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ സ്വർണ്ണ നാണയങ്ങളാണല്ലോ പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുത്തത് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എനിക്കും അതുപോലെ നിങ്ങൾ തരണം. ആ സമയത്ത്
ഹാത്തം ത്വായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതല്ലാതെ ഇനി ഒന്നും തന്നെ എൻ്റെ അടുക്കൽ ഇല്ല. എൻ്റെ വീട് മുഴുവനും ഞാൻ വിറ്റു. ഇനി ബാക്കിയുള്ളത് എൻ്റെ ഈ ശരീരം മാത്രമാണ്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ ശരീരം, എന്നെ നിങ്ങൾ ഒരു അടിമയാക്കി ഏതെങ്കിലും മുതലാളിക്ക് വിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടുമല്ലോ. അങ്ങനെ എന്നെ വിറ്റിട്ട് നിങ്ങൾ കാശെടുത്തോളൂ. അപ്പോൾ ഫക്കീർ പറഞ്ഞു, ശരി, ഞാൻ വളരെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. എന്നാൽ വരൂ, എൻ്റെ കൂടെ വരൂ. നമുക്ക് ഏതെങ്കിലും ഒരു വലിയ മുതലാളിയെ കണ്ടുകൊണ്ട് നിങ്ങളെ ഞാൻ അയാൾക്ക് അടിമയാക്കി വിൽക്കാം. അപ്പോൾ എനിക്ക് കാശ് കിട്ടുമല്ലോ. അങ്ങനെ ഫക്കീറിൻ്റെ കൂടെ പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഫക്കീർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, അല്ല, നിങ്ങൾക്ക് കുടുംബമുണ്ടോ? ഉണ്ട്, ഭാര്യയും മക്കളുമുണ്ട്. അവർക്ക് ഇന്ന് രാത്രി ഭക്ഷണത്തിന് നിങ്ങൾ എന്തു ചെയ്യും? അവരെ പടച്ചത് അള്ളാഹുവാണല്ലോ. വായ കീറിയവൻ, അവരുടെ വായ കീറിയവൻ അള്ളാഹുവാണല്ലോ. വായ കീറിയവൻ തന്നെ ഭക്ഷണം കൊടുക്കും. അല്ല, നിങ്ങൾ ഈ വീട് വിറ്റു എന്ന് പറഞ്ഞു. ഫക്കീർ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട് വിറ്റു എന്ന് പറഞ്ഞു. ഈ വീട് വിറ്റാൽ നിങ്ങളെ കുടുംബം, ഭാര്യയും സന്താനങ്ങളും എവിടെ താമസിക്കും? ആ സമയത്ത് ഹാത്തം ത്വായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്ത് വീടില്ലാത്തവർ എത്ര ആളുകളുണ്ട്, അവർ ജീവിക്കുന്നില്ലേ? വീടില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട്, അവർ ജീവിക്കുന്നില്ലേ? അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ജീവിക്കും. ഞങ്ങളെ പടച്ചത് അള്ളാഹുവാണ്, അവൻ ഞങ്ങളെ പോറ്റി വളർത്തും എന്ന് പറയുന്ന സമയത്ത് ഈ ഫക്കീർ പറയുന്നു, എൻ്റെ വിശപ്പും മറ്റൊക്കെ ഞാൻ സഹിച്ചോളാം. തൽക്കാലം ഈ ചില്ലി കാശ് ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ഇന്ന് രാത്രിക്കുള്ള ഭക്ഷണത്തിനെങ്കിലും ഈ ക്യാഷ് തികയുമല്ലോ. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫക്കീർ പോയി. അങ്ങനെ ഹാത്തം ത്വായി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ ഏതാനും ചില്ലി കാശിന് അദ്ദേഹം അന്ന് രാത്രി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമുള്ള ഭക്ഷണം വാങ്ങി, കുടുംബത്തിന് ഭക്ഷണം വാങ്ങി കൊടുത്തയച്ചു. അദ്ദേഹത്തിനുള്ള ഭക്ഷണം അദ്ദേഹം കഴിച്ചു. അന്ന് രാത്രി സുഖമായി അദ്ദേഹം കിടന്നു ഉറങ്ങി. കിടന്നുറങ്ങുന്ന സമയത്ത് അതാ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? അതാ രാവിലെ പകൽ സമയത്ത് വന്ന ആ ഫക്കീറിനെയാണ് സ്വപ്നത്തിൽ കാണുന്നത്. ഹാത്തം ത്വായി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നത് പകൽ സമയത്ത് യാചിച്ചു കൊണ്ടുവന്ന ആ ഫക്കീറിനെയാണ്. ആ ബലിഞ്ഞൊട്ടിയ ശരീരമുള്ള, അതേ മുടി പാറിപ്പറക്കുന്ന, ജടകുത്തിയ കീറമുണ്ട് ഉടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പകൽ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന ആ ഫക്കീറിനെയാണ് സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഹാത്തം ത്വായി റളിയല്ലാഹു അൻഹുവിനോട് ഫക്കീർ ചോദിക്കുന്നു, എന്നെ അറിയുമോ? എന്നെ അറിയുമോ? പിന്നെ നിങ്ങളറിയാതെ നിങ്ങളല്ലേ ഇന്ന് പകൽ സമയത്ത് എൻ്റെ അടുക്കൽ വന്നത്? എന്നെ ശരിക്കും അറിയുമോ? എന്നെ നിങ്ങൾ ശരിക്കും അറിയുമോ? നിങ്ങളെ എന്താ ശരിക്കും അറിയാൻ? നിങ്ങൾ പകലിൽ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ പിന്നെ നിങ്ങൾ അടിമയായി എന്നെ ഒരു പണക്കാരന്, ഒരു മുതലാളിക്ക് വിൽക്കാൻ വരെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ നിങ്ങൾ വേണ്ട, നിങ്ങൾ ഭക്ഷണത്തിനുള്ള കാശൊക്കെ തന്നത് തിരിച്ചു തന്നു. അങ്ങനെ നിങ്ങൾ പോയി. ആ ഫക്കീറല്ലേ? അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്നെ നിങ്ങൾ ശരിക്കും അറിയുമോ? ആ സമയത്ത് ഹാത്തം ത്വായി റളിയല്ലാഹു അൻഹു ഒന്ന് സ്തംഭിച്ചു. എന്നെ നിങ്ങൾ ശരിക്കും അറിയുമോ? ഞാനാണ് യുഗപുരുഷൻ, സമാൻ്റെ ഖുതുബാണ് ഞാൻ. നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു.
ഈ കാലഘട്ടത്തിലെ സമാൻ്റെ കുതുബാണ് ഞാൻ, യുഗപുരുഷൻ. നിങ്ങളെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ സർവം സമ്പത്തും ചെലവഴിച്ചു ദാനം ചെയ്തു. പിന്നീട് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന വീടും ദാനം ചെയ്തു, വിറ്റ് ദാനം ചെയ്തു, പാവപ്പെട്ടവർക്ക് നൽകി. ശേഷം നിങ്ങളുടെ അടുക്കൽ അവശേഷിക്കുന്നത് ഒരു രാത്രിക്കുള്ള ഭക്ഷണത്തിൻ്റെ തുക മാത്രമാണ്. അത് എനിക്ക് തരുമോ എന്ന് ഞാൻ പരീക്ഷിച്ചു. അതും നിങ്ങളെനിക്ക് തന്നു. അത് തന്നതിന് ശേഷം എൻ്റെ പ്രയാസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോഴും നിങ്ങൾ എനിക്ക് വീണ്ടും നിങ്ങളെ തരാനാണ് തയ്യാറായത്. അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ അടിമയാക്കി വിറ്റോളൂ, അതിനും നിങ്ങൾ തയ്യാറാകുമോ എന്നും കൂടി ഞാൻ പരിശോധിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ സമ്പത്ത് മാത്രമല്ല, അള്ളാഹുവിന് വേണ്ടി നിങ്ങളെയും വിൽക്കാൻ നിങ്ങൾ തയ്യാറായി, അടിമയാകാൻ തയ്യാറായി. അതൊക്കെ പരിശോധിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. യുഗപുരുഷനാണ്, സമാൻ്റെ കുത്തുബാണ്, കുത്തുബു സമാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഹാത്തമുത്തായി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്തോഷത്തിന് സ്വപ്നത്തിലാണ്, സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അദ്ദേഹം ആ സമാൻ്റെ കുത്തുബ് ഫക്കീർ ആയി വന്ന അദ്ദേഹം പറഞ്ഞു, ഹാത്തമുത്തായി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ സമ്പൂർണ്ണ വിജയം കൈവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വിറ്റ് ചെലവാക്കിയ ദാനം ചെയ്ത ആ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരട്ടെയോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഭാവിയിലും സമ്പന്നനായി ജീവിക്കാം. ആ സമയത്ത് പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമല്ലേ, വീണ്ടും ഞാൻ ആ അള്ളാഹുവിനെ തൊട്ട് അകലാനാണോ ആഗ്രഹിക്കേണ്ടത്? എനിക്ക് വേണ്ട, ഇങ്ങനെ തന്നെ ഞാൻ ജീവിച്ചു കൊള്ളാം. എന്നാൽ പോട്ടെ, നിങ്ങൾക്ക് ജീവിക്കാൻ ഇപ്പോൾ സമ്പത്ത് വേണ്ട, എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു വീടില്ലല്ലോ. ഞാൻ നിങ്ങളുടെ വീടിനേക്കാളും നല്ല ഒരു കൊട്ടാരം ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്കതിന് സാധിക്കും. അള്ളാഹു എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് കൊണ്ട് എനിക്ക് സാധിക്കും. ഞാൻ തരാം എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഇനിയും കൊട്ടാരത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അള്ളാഹുവിനോട് അടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കൊട്ടാരവും സമ്പത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ മതിമറന്നുകൊണ്ട് ആ ആഡംബരത്തിൽ ലയിച്ചുകൊണ്ട് എനിക്ക് അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ലാതെ വരും. അതുകൊണ്ട് വീണ്ടും അങ്ങോട്ട് മടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് വീട് വേണ്ട, സമ്പത്ത് വേണ്ട. എന്നാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഞാനൊരു എന്തും ചോദിച്ചാൽ ലഭിക്കുന്ന, പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഒരു വരം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്തെങ്കിലും പ്രധാനമായി ആഗ്രഹിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഒരു വരം ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ? വേണ്ട വേണ്ട, അതും വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു കൊള്ളാം. അതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായി ആഗ്രഹിച്ച് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വേണ്ട, ഇനിയും പഴയ അവസ്ഥയിലേക്ക് ഞാൻ മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ ആ യുഗപുരുഷൻ ഹാത്തമുത്തായി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നിങ്ങനെ ചോദിച്ച സമയത്ത് ഹാത്തമുത്തായി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറയുന്നു, എനിക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ ഒരു സീറ്റാണ്. എന്താണ് ആ സീറ്റ്? നാളെ എന്നെക്കാളും വലിയൊരു ധർമ്മിഷ്ഠൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാകാൻ പാടില്ല. ഞാനായിരിക്കണം ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. അതാണ്, ആ സ്ഥാനമാണ് എനിക്ക് വേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് വലിയ ഉന്നതമായൊരു സ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കാളും വലിയൊരു ധർമ്മിഷ്ഠൻ ഉണ്ടാകാൻ പാടില്ല. ഞാനായിരിക്കണം ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. ഓക്കെ, ഈ യുഗപുരുഷൻ പറഞ്ഞു, ഓക്കെ, എന്നാൽ സന്തോഷിച്ചു കൊള്ളുക. അത് തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ഉന്നതമായ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് സ്വപ്നത്തിൽ നിന്ന് ഫക്കീർ യുഗപുരുഷൻ അപ്രത്യക്ഷമായി അദ്ദേഹം ഉണർന്നു വളരെ സന്തോഷത്തിലാണ്ടു. അപ്പോൾ ആരാണ് ഹാത്തമുത്തായി? വലിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന
ചരിത്ര സംഭവമാണിത്, കെട്ടുകഥയല്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് ഒരു 10 വർഷം, ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് അദ്ദേഹം വഫാത്തായത്. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സ്വഹാബി കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂടിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളോടുകൂടെ ഒരുമിച്ച് കൂടിയ സ്വഹാബി അദ്ദേഹത്തിൻ്റെ മക്കളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് ദുന്യാവിൻ്റെ നശ്വരത, ദുന്യാവിൻ്റെ ആഡംബരത്തിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ, ഇതുപോലെ നമുക്ക് സാധിക്കില്ലെങ്കിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് അടുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അതിന് അള്ളാഹു എനിക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതര മത സഹോദരങ്ങൾക്ക് നന്ദി.